ബീഹാറിലെ നവാഡയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ 80 വീടുകൾ അഗ്നിക്കിരയാക്കി. ഭൂമി തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. മാഞ്ചിത്തോലയിലെ ഗ്രാമത്തിലാണ് സംഭവമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 9ഓടെയാണ് സംഭവമുണ്ടായത്. എന്നാൽ ഗുണ്ടാ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും വീടുകൾ അഗ്നിക്കിരയാക്കുന്ന സമയത്ത് വെടിയുതിർത്തുവെന്നും ഗ്രാമീണർ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ബീഹാറിൽ വളരെ മുമ്പ് തന്നെ ഭൂമിഹാർമാരും അതായത് ഭൂമി ഉടമ ജന്മികളും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നുള്ള സംഘർഷം, വലിയ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ ദളിത് വിഭാഗത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെ. അങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഭൂമി തർക്കം തന്നെയാണെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ? ബിജു സുഗതൻ, വളരെ പ്രതിഷേധകരവും വളരെ ഭീകരവുമായ ഒരു സംഭവം തന്നെയാണ് ബീഹാറിലെ നവാദ ജില്ലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭീകരാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ കടന്ന ഒരു ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമീണരുമായി വലിയൊരു ഗ്രൂപ്പിന് ഒരു സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. പ്രാഥമിക വിവരം അനുസരിച്ച് രൺവീർ സേന പറയപ്പെടുന്ന തദ്ദേശവാദം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രി 9 കൂടിയാണ് ഈ ഒരു വളരെ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മളെല്ലാം സിനിമകളിലും മറ്റ് കഥകളിലുമെല്ലാം വായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബീഹാർ പോലെയുള്ള ഇന്ത്യയുടെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് വരും. എന്തായാലും ഈ ഒരു സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയിൽ നിന്നും വളരെ സാധാരണക്കാരായ 80 വീടുകൾ അഗ്നിക്കിരയാക്കിയെന്ന് പറയുമ്പോൾ ആ വീടുകളിൽ ആളുകളുണ്ടായിരുന്നു. ആളുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ടോ? സിജു, ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വലിയ രീതിയിലുള്ള പൊള്ളലേറ്റതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ഭാഗ്യവശാൽ ഇവരെല്ലാവരും ഈ ഒരു ശബ്ദം, ഈ അഗ്നിക്കിരയാക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഇവർ ആകാശത്തേക്ക് ഈ അക്രമി സംഘം 20-25 വരുന്ന അക്രമി സംഘം ആകാശത്തേക്ക് വെടിയുതിർത്തിരുന്നു. ഈ വെടിശബ്ദം കേട്ട് പുറത്തു വന്ന ഗ്രാമീണർ പിന്നീട് കണ്ടത് തങ്ങൾ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ ദളിത് വിഭാഗക്കാരാണ്. അത് എടുത്തു പറയുന്നതിൽ വളരെ ദുഃഖമുണ്ട്. വളരെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു 80 കുടിലുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ജനസാന്ദ്രത നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഒരു കുടിലിൽ തന്നെ ഏകദേശം ആ ഒരു തലമുറയിൽപ്പെട്ട 10ഓളം ഒരു കുടുംബാംഗങ്ങൾ ഒരു കുടിലിനകത്ത് താമസിക്കുന്ന ഒരു നിലയാണ്. എന്തായാലും ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, ഇതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. ഈ വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനാലാണ് തങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഈ സ്ഥലത്തെത്തിയ ജില്ലാ SP ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കൂടി ഭരണ പങ്കാളിത്തമുള്ള JDU നിതീഷ് കുമാറിന്റെ ആ ഭരണമാണ് അവിടെ നടക്കുകയും ചെയ്യുന്നത്. വലിയ പരാജയമാണ് JDU എന്നത് കൂടി പറയേണ്ടി വരുന്നു ഈ സംഭവം. തീർച്ചയായും BJPയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ BJPയുടെ കൂട്ടുകക്ഷി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബീഹാറിൽ അരങ്ങേറുന്നതിൽ നമുക്ക് അത്ഭുതം പ്രകടിപ്പിക്കാനുമൊന്നുമില്ല. തീർച്ചയായും ഇങ്ങനെയുള്ള BJP നിയന്ത്രിത അല്ലെങ്കിൽ BJPയുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു മനുഷ്യ ജീവനെ വെച്ചുകൊണ്ടുള്ള പന്താടുന്ന രീതിയിൽ അവിടെ ഒരു കൈക്കുഞ്ഞെല്ലാം ഒരു കുടിലിനകത്ത് ചിലപ്പോൾ ഒരു കൈക്കുഞ്ഞുണ്ടാകും, അല്ലെങ്കിൽ വികലാംഗനായ ഒരു മനുഷ്യനുണ്ടാകും. ഇവർക്കെല്ലാം അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ, അതെല്ലാം ആ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു ഗുണ്ടാസംഘം അവിടെ ആ ജനവിഭാഗം, ഒരു സാധാരണക്കാരായ ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരിലുള്ള തർക്കത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ 80ഓളം വരുന്ന കുടിലുകൾ അഗ്നിക്കിരയാക്കിയിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ നേരത്തെ സിജു സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാറിൻ്റെ നിതീഷ് കുമാറിൻ്റെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ആ പോലീസ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇതിനെ ന്യായീകരിക്കുകയാണ്. 80ഓളം കുടിലുകൾ കത്തിയിരിക്കുന്ന ഈ സംഭവം ഉണ്ടായിട്ട് പോലും അവർ ന്യായീകരിക്കുന്നത് വെറും 10 കുടിലുകൾ മാത്രമേ അഗ്നിക്കിരയാക്കിയിട്ടുള്ളൂ, വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള വിചിത്രമായ ന്യായീകരണമാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ. ശരി, അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട അവരുടെ 80 വീടുകൾ അഗ്നിക്കിരയാക്കിയ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ആണ് ഈ അക്രമം ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന ഭാഷ്യം. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ നൽകിയത്.